ഇപ്പോൾ ടി എൻ പ്രതാപൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ടി എൻ പ്രതാപൻ, എങ്ങനെയാണ് ഇന്നസെന്റിനെ അനുശോചിക്കുന്നത്? ഇന്നസെന്റ് ചേട്ടന് കേവലം ഒരു സിനിമാ താരം എന്ന നിലയിൽ മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ മനസ്സിലുള്ളത്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്ന കാലത്ത് സംവിധായകൻ മോഹന്റെ കൂടെ ഇന്നസെന്റ് ഏട്ടൻ സിനിമയിൽ സജീവമായി കൊണ്ടിരുന്ന കാലമാണ്. അന്ന് കോളേജ് യൂണിയൻ പരിപാടികൾക്ക് ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥി കോളേജ് യൂണിയൻ ഭാരവാഹികൾ ഏതെങ്കിലും ഒരു അതിഥിയെ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ഇന്നസെന്റേട്ടന്റെ വീട്ടിൽ ചെല്ലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് ചെല്ലും. ഞങ്ങളെപ്പോലുള്ള അന്നത്തെ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളാണ് ഇന്നസെന്റേട്ടൻ. അദ്ദേഹം പറയും, എനിക്ക് കോളേജിൽ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല, ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല, പക്ഷെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ ഞാൻ വരാം. പുള്ളി വരും. ഇപ്പോഴും ഓർമ്മയുണ്ട്, നെടുമുടി വേണുവിനെയും നാഗവള്ളിയെയും ഉൾപ്പെടെയുള്ള നിരവധി അന്നത്തെ പ്രഗത്ഭ താരങ്ങളെ ഞങ്ങളെല്ലാം കോളേജ് യൂണിയൻ പരിപാടികൾക്ക് വേണ്ടി ഇന്നസെന്റിന്റെ മുഖാന്തരം പഠിച്ച് അത് എത്തിക്കുന്നതിൽ ഇന്നസെന്റിനെ കാണിച്ചിട്ടുള്ള ഒരു സ്നേഹവായ്പ വികാരത്തോടു കൂടി ഓർക്കുകയാണ്. അദ്ദേഹവുമായി നിരവധി വർഷക്കാലത്തെ ആത്മബന്ധം, സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകമായ ഒരു രാഷ്ട്രീയത്തോടും ആദ്യകാലത്ത് നമ്മുടെ ഉണ്ടായിരുന്നില്ല. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലറായി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചുവെങ്കിലും എന്നെ പോലുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹം എം പിയും അദ്ദേഹത്തിന്റെ കൂടെ കൊടുങ്ങല്ലൂർ MLA ആയും, അദ്ദേഹം ചാലക്കുടി MP ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കൊടുങ്ങല്ലൂർ MLA ആയിരുന്നു. അദ്ദേഹവുമായി വേദികൾ പങ്കിടുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഒരു ഇടതുപക്ഷ MP ആയിരുന്നു, ഞാനൊരു കോൺഗ്രസ് MLA ആയിരുന്നു. നമ്മളോടൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള സ്നേഹവും വാത്സല്യവും പ്രോത്സാഹനവും അത് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. മനുഷ്യത്വമുള്ളൊരു നന്മയും മനുഷ്യത്വമുള്ളൊരു കലാകാരൻ എന്ന നിലയിൽ കൂടിയാണ് ഇന്നസെന്റേട്ടനെ ഞങ്ങളൊക്കെ മനസ്സിൽ ഇപ്പോഴും സ്ഥായിയായി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും എനിക്ക് അദ്ദേഹം എൻ്റെ നിയോജക മണ്ഡലത്തിൽ, ഞാൻ MP ആയ നിയോജക മണ്ഡലത്തിലെ എൻ്റെ ഒരു വോട്ടറും കൂടിയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വോട്ട് ഇരിങ്ങാലക്കുടയിൽ ആയിരുന്നു, എൻ്റെ പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിനിടയിൽ ഒരിക്കൽ കൂട്ടിമുട്ടുകയും പിന്നെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ അദ്ദേഹം എന്നോട് കാണിച്ചിട്ടുള്ളൊരു സ്നേഹവായ്പും വാത്സല്യവും മനസ്സിലിങ്ങനെ തേട്ടി വരികയാണ്. ശൂന്യതയിൽ നിന്നും ആകാശ കോട്ട നിർമ്മിക്കുന്ന രീതിയിലാണ് ഇന്നസെന്റേട്ടന്റെ വളർച്ച. കഠിനാധ്വാനവും സമർപ്പണവും താൻ ഏറ്റെടുത്ത കലയോട് തന്റെ മനസ്സിലെ അഭിരുചി ഊതിക്കാച്ചി അത് പൊന്നാക്കി മാറ്റിയ, ചെമ്പില്ലാത്ത പൊന്നാക്കി മാറ്റിയ മഹാകലാകാരനാണ് ഇന്നസെന്റേട്ടൻ. നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഇന്നസെന്റേട്ടൻ കേരളത്തിലെ ആസ്വാദകരുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കും. ആ നന്മയുള്ള ആ വ്യക്തിത്വത്തെ ശിരസ് കുനിച്ച് സ്മരിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ ടി എൻ പ്രതാപൻ. ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കുചേർന്നതിന് വളരെയധികം നന്ദിയുണ്ട്.